വാഴക്കൂമ്പ് കൊണ്ട് സാധാരണയായി തോരൻ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് വാഴക്കൂമ്പ് മാറ്റി വെച്ച് ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കൂ. വാഴക്കൂമ്പിൻ്റെ പുറം ഭാഗത്തുള്ള 4-5 പാളി മാറ്റിയ ശേഷം അതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് അല്പം പുളി പിഴിഞ്ഞൊഴിച്ച വെള്ളത്തിലേക്കിടുക. വാഴക്കൂമ്പിലുള്ള കറ പോകാനാണ് പുളി പിഴിഞ്ഞ വെള്ളത്തിലിടുന്നത്. ഇനി അരിഞ്ഞിട്ട വാഴക്കൂമ്പിനെ കഴുകിയെടുത്ത് ഒരു പാത്രത്തിൽ ഇടാം. വാഴക്കൂമ്പ് കൊണ്ട് നിങ്ങൾ എന്തെല്ലാം കറിയാണ് വയ്ക്കാറുള്ളതെന്ന് പറയണേ. ഇനിയും കഴുകി വാരി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. 2-3 മിനിറ്റ് തിളച്ചാൽ മതിയാകും. 2-3 മിനിറ്റ് തിളച്ച ശേഷം വാങ്ങി തണുക്കാൻ വയ്ക്കാം. ഇനിയും വാഴച്ചുണ്ട് കറിക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി 200 ml ബൗളിൽ ഒരു ബൗൾ തേങ്ങയെടുത്ത് അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും അല്പം ജീരകവും വേവിച്ചു വച്ചിരിക്കുന്ന വാഴക്കൂമ്പിൻ്റെ വെള്ളവും ഒഴിച്ച് അല്പം ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ 2-3 പച്ചമുളകും ചേർത്ത് അരയ്ക്കുക. അതിനുശേഷം അതിലേക്ക് വേവിച്ചു വച്ചിരിക്കുന്ന വാഴക്കൂമ്പും 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് അരയ്ക്കുക. അരയ്ക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോകാതെ ചെറിയ തരിതരിപ്പായി വേണം അരച്ചെടുക്കേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ച ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ട് നല്ല കട്ടിയുണ്ടെങ്കിൽ അല്പം വെള്ളവും കൂടി കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് നല്ല ചൂടായ ശേഷം ഇതിലേക്ക് നല്ല കട്ടി തൈര് കുറച്ച് കലക്കി ഒഴിക്കുക. എന്നിട്ട് തിളച്ചു പോകാതെ ഇളക്കി കൊടുക്കണം. നല്ല ചൂടായ ശേഷം വാഴക്കൂമ്പ് കിച്ചടി വാങ്ങാം. കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.